മാവേലിക്കര സബ് ജയിലിലാണ് ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ കിടന്നുറങ്ങിയത്. 3 പരാതികളുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ 2ലും നിയമത്തിനൊരു ആനുകൂല്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിരുന്നു. പക്ഷേ അതിനിർണായകമായ നീക്കങ്ങളിലൂടെ തന്നെയാണ് 3ാമത്തെ പരാതിയിൽ കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ റിമാൻഡിൽ വിടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉടൻ തന്നെ കൂടുതൽ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമായി കസ്റ്റഡി അപേക്ഷ നൽകാനാണോ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്? ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കസ്റ്റഡി അപേക്ഷ നൽകുന്നു. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി ആവശ്യപ്പെടുന്നത്. അതായത് കൃത്യമായി ചോദ്യം ചെയ്യുന്നതിനും മറ്റുമൊക്കെയായി രാഹുലിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. ചോദ്യം ചെയ്യലിനോട് ആദ്യഘട്ടത്തിലൊന്നും രാഹുൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് തെളിവ് ശേഖരിക്കേണ്ടുന്ന ഒരു ആവശ്യവുമുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുന്നത് ഈ കോടതി എന്ന് പറഞ്ഞാൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിലാണ്. മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഈ ഹർജി വരികയും ചെയ്യുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജി അനുവദിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത്. പ്രതിഭാഗം അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. കസ്റ്റഡി ഇന്ററോഗേഷന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. കാര്യം ഇതുവരെയുള്ള അന്വേഷണത്തോടും വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് സഹകരിച്ച ഒരാളെ എന്തിനാണ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന പ്രധാന ഒരു എതിർപ്പെന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദം തന്നെയാണ് ഇന്ന് കോടതിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. 11 മണിക്ക് കോടതി ഇരുന്ന് കഴിയുമ്പോൾ ശേഷമായിരിക്കും ഈ കേസ് അത് നമ്പർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അഭിഭാഷകനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അത് പരിഗണിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ശരി ലിജോ, ഇനി എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഉണ്ടാവുക? കാരണം അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നോടിയായി തന്നെ മണിക്കൂറുകളോളം രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തിരുന്നല്ലോ. ഇതിനിടെയാണ് ഇപ്പോൾ ചാറ്റിന്റെ വിവരങ്ങൾ, പരാതിക്കാരിയുമായുള്ള ചാറ്റിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണ സംഘത്തിന് വ്യക്തത ലഭിക്കാനുള്ളത്? ഈ അന്വേഷണ സംഘത്തിന് ഈ കേസ് സംബന്ധിച്ച് രാഹുലിനെ ഇന്നലെ പുലർച്ചെ 4:20 എത്തിക്കുകയും അതിനുശേഷം 11:20 വരെ ഏകദേശം 7 മണിക്കൂറോളം ചോദ്യം ചെയ്തു. അതിൽ നിന്നെല്ലാം കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോണിന്റെ ആ ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ എടുത്തു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒരു പ്രധാന വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ചോദ്യം ചെയ്യൽ ഒറ്റൊരു കാര്യം മാത്രം സംബന്ധിച്ച് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ രാഹുൽ സമ്മതിക്കാതെ അതിന് മറുപടിയൊന്നും നൽകാതെ ഇരിക്കുകയായിരുന്നു. സാമ്പത്തികമായി താനൊന്നും വാങ്ങിയിട്ടില്ല, സാമ്പത്തികമായ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് പറയുന്ന കാര്യമെല്ലാം തന്റെ അഭിഭാഷകൻ പറഞ്ഞുകൊള്ളും എന്നുള്ള ഒറ്റ കാര്യത്തിൽ പറഞ്ഞ് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നതായിരുന്നു പ്രധാന ഒരു പ്രശ്നമായിരുന്നത്. കൂടുതൽ വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു ആവശ്യം പറയുന്നത്. കസ്റ്റഡിയിലാകുമ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ആ പോലീസിന് വലിയ വെല്ലുവിളികളില്ലാതെ ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കാര്യം ഇപ്പോൾ പരിഗണിക്കുകയും ചെയ്യുന്നത്. കസ്റ്റഡിയിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തിരുവനന്തപുരത്തേക്ക് ഉൾപ്പെടെ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയിൽ ഒരു 5 ദിവസമെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തന്നെ എത്തിച്ച് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതല്ല വളരെ കുറച്ച് സമയം മാത്രമാണ് ലഭിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പത്തനംതിട്ടയിൽ തന്നെ പരമാവധി ചോദ്യം ചെയ്യുക എന്നുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അതിജീവിത നൽകിയിട്ടുണ്ട്. മാത്രമല്ല അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണിൽ നിന്നുൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടുന്ന ഒരു കാര്യവുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും പ്രധാനമായി കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. ശരി, ഫൈസൽ അസീസ് കൂടി ചേരുന്നുണ്ട്. ഫൈസൽ, ഇതിനിടെ മാവേലിക്കര സബ് ജയിലിലേക്കാണല്ലോ ഇന്നലെ കൊണ്ടുപോയത്. അവിടെ നിന്ന് മാറ്റണം തന്നെ, തിരുവനന്തപുരത്തേക്ക് മാറ്റണം, ജയിൽ മാറ്റം വേണമെന്ന ആവശ്യമൊക്കെ ഉന്നയിച്ചേക്കുമെന്ന് അറിഞ്ഞിരുന്നു. പക്ഷേ ആ ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? തീർച്ചയായും ദിവ്യ, ഏതായാലും ഇന്നലെയാണ് ആ ഒരു വാർത്ത പുറത്തു വന്നത്. തനിക്ക് ചില അസൗകര്യങ്ങൾ ഉള്ളതിനാൽ ഈ മാവേലിക്കര സബ് ജയിലിൽ നിന്നും തന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടും. തന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഇന്ന് അതിന് അപേക്ഷ നൽകിയേക്കും എന്നുള്ളൊരു വിവരം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് പുറത്തു വന്നത്. എന്നാൽ ഇപ്പോൾ രാവിലെയാണ് അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കാണുന്നത്. ആ ഒരു അപേക്ഷയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിൽ മാറ്റാനുള്ള അപേക്ഷയിൽ നിന്ന് രാഹുലിന്റെ അഭിഭാഷകർ പിന്മാറിയേക്കും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ
ഇപ്പോൾ നിലവിൽ അതിന്റെ ആവശ്യമില്ല, നിലവിൽ അതിന്റെ സാഹചര്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകർ ഇത്തരത്തിൽ ഇതിൽ നിന്ന് ഈ ഒരു മാറ്റത്തിൽ നിന്ന് പിന്മാറിയേക്കും എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. മാത്രമല്ല എന്നാൽ അതേസമയം ഈ ഒരു സൂപ്രണ്ട്, ഇവിടുത്തെ സബ് ജയിലിലെ സൂപ്രണ്ട് ഈ ജയിൽ മാറ്റത്തിന് അപേക്ഷ നൽകിയേക്കും എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അതായത് ഇവിടെ നവീകരണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുരക്ഷയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം ഈ ജയിൽ സൂപ്രണ്ട് ഇന്നലെ രാത്രി പ്രത്യേക സുരക്ഷയോടെയായിരുന്നോ ജയിൽവാസം, MLA-യുടെ ജയിൽവാസം? അങ്ങനെ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 2026-ലെ 26-ാം നമ്പറാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അതിൽ സെൽ നമ്പർ 3-ലാണ് അദ്ദേഹം കഴിയുന്നത്. മറ്റ് സഹതടവുകാരൊന്നുമില്ല. കൃത്യമായി ചിട്ടയോടെയാണ് അദ്ദേഹം കഴിയുന്നത് എന്നാണ് ഈ സൂപ്രണ്ട് നേരത്തെ നമ്മളോട് സൂപ്രണ്ടോട് സംസാരിച്ചപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത്. കൃത്യമായ രീതിയിൽ പോലീസിനോട് സഹകരിക്കുന്നുണ്ട്, വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത്. രാവിലെ ചപ്പാത്തിയും കടലക്കറിയുമായിരുന്നു, ഉച്ചക്ക് ചോറും മീൻ വറുത്തതും ഒക്കെ പുളിശ്ശേരിയും ഒക്കെയാണ്. എല്ലാ